നമസ്കാരം. ഷക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. കുഞ്ഞുങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ അനുഗ്രഹവും സമ്പത്തുമെല്ലാം. ഫ്രാൻസിസ് പാപ്പ ആഗോള കുടുംബവർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലയളവിൽ ആഗോള കത്തോലിക്ക സഭയിൽ തന്നെ ശ്രദ്ധേയമായൊരു പ്രഖ്യാപനമാണ് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയിരിക്കുന്നത്. പാലാ രൂപതയിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് സാമ്പത്തിക മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നിരവധി ആനുകൂല്യങ്ങളാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രോലൈഫ് പ്രവർത്തകർ ഈ തീരുമാനത്തെ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ പൊതുസമൂഹത്തിൽ ഈ തീരുമാനം നിരവധി ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിതെളിച്ചു. ഈ അവസരത്തിൽ ഷക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാലാ രൂപതയുടെ തീരുമാനത്തെ എന്തിനെതിർക്കണം? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന ഡയറക്ടർ ഫാദർ റോയി കണ്ണഞ്ചിറ CMI, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, പ്രോലൈഫ് പ്രവർത്തകൻ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, ഒപ്പം പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജിനെയും ടെലിഫോണിൽ നാം പ്രതീക്ഷിക്കുന്നു. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ റോയി കണ്ണഞ്ചിറ, നമുക്കറിയാം രാജ്യം ജനസംഖ്യാ നിയന്ത്രണത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. UPയിൽ ജനസംഖ്യാ നിയന്ത്രണത്തിനു വേണ്ടിയുള്ള ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച പാലാ രൂപതയുടെ ഈ തീരുമാനത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? ഫാദർ റോയി കണ്ണഞ്ചിറ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള ഒരു തീരുമാനമാണ് പാലാ പിതാവ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രൂപതയിലുള്ള വിശ്വാസികളായിട്ടുള്ള കുടുംബങ്ങൾക്കാണ്. അദ്ദേഹത്തിന്റെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളല്ല, മറ്റൊരു ചാനലിനും അത് ചർച്ച ചെയ്തിട്ട് ആവശ്യമില്ല. അദ്ദേഹം ആരാണ്? അദ്ദേഹം പാലാ രൂപതയിലെ ലക്ഷക്കണക്കിന് സീറോ മലബാർ സഭ അംഗങ്ങളായ വിശ്വാസികളുടെ ആത്മീയ നേതാവാണ്, ആത്മീയ പിതാവാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ്? തന്റെ രൂപതയിലെ സീറോ മലബാർ സഭ അംഗങ്ങളായ കത്തോലിക്ക വിശ്വാസികളായ ക്രൈസ്തവരായ മക്കൾക്ക് വിശ്വാസം നിലനിർത്താൻ സഹായിക്കുക. അതാണല്ലോ അദ്ദേഹത്തിന്റെ ദൗത്യം. ഈ വിശ്വാസം നിലനിർത്താനായിട്ട് ഓരോ വിശ്വാസത്തിനും ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, അല്ലേ? അപ്പോൾ ഈ ഭരണഘടന നൽകുന്ന ഈ സ്വാതന്ത്ര്യം വിശ്വാസം നിലനിർത്താനും അത് പ്രഘോഷിക്കുവാനുമാണ്. വിശ്വാസം നിലനിൽക്കണമെങ്കിൽ വിശ്വാസികൾ നിലനിൽക്കണം. വിശ്വാസികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വിശ്വാസം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. വിശ്വാസികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ അതിന്റെ ഭാഗമായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ എന്ത് തെറ്റാണ് പറയാൻ കഴിയുന്നത്? തെറ്റ് ഇല്ല എന്ന് മാത്രമല്ല, അത് ശരികളിൽ ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ സമയം പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ് നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ശ്രീ PC ജോർജ്, സ്വാഗതം. നമുക്കറിയാം പാലാ രൂപതാധ്യക്ഷൻ തന്റെ രൂപതയിലെ ജനങ്ങൾക്ക് നൽകിയ ഈ സർക്കുലർ, കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ സർക്കുലർ എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ ഇത്രമാത്രം വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിധേയമായത്? ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം, കത്തോലിക്ക സഭയുടെ അഭിനന്ദ ഒരു പിതാവിന് തന്റെ സഭയിലെ അംഗങ്ങളോട്, സഭാവിശ്വാസികളോട് കൂടുതൽ അംഗങ്ങൾ വേണം നമ്മുടെ കുടുംബങ്ങളിൽ എന്ന് പറയുന്നത് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തന്നെ അവകാശമുണ്ടോ എന്നുള്ളത് ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ക്രൈസ്തവ സഭയുടെ സ്കൂളുകൾ, അനാഥാലയങ്ങൾ, ആശുപത്രികൾ ഇതൊക്കെ നടത്തണമെങ്കിൽ ആള് വേണം. ഇവിടെ ആള് ക്രിസ്ത്യാനി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞ് മാത്രമുള്ള വീട്ടിൽ നിന്ന് ഒരു വൈദികനോ ഒരു കന്യാസ്ത്രീ ഉണ്ടാകുന്നില്ല. ഒരു 4-5 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും കന്യാസ്ത്രീ ഒരു വൈദികനോ. നല്ല വൈദികരും നല്ല കന്യാസ്ത്രീകളും കൂടി ചേർന്നതാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ, ഇത് ക്രിസ്ത്യാനിയുടെ മാത്രമല്ല കേരളത്തിന് തന്നെ രക്ഷ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ എങ്ങനെ ഉണ്ടായി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായത് എങ്ങനെ? ഈ ക്രൈസ്തവ സഭയുടെ സിസ്റ്റേഴ്സും വൈദികനും ചേർന്ന് ഉണ്ടാക്കുകയില്ലേ?
ഇതിന്റെ ഗുണഭോക്താക്കളെന്നെ കാണത്ത് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിമും, പാഴ്സി എല്ലാം ഇതെല്ലാം മറന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്താ അർത്ഥം ഇരിക്കുന്നത്? ഇപ്പം മുസ്ലിം തീവ്രവാദം, മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളല്ല, പക്ഷെ മുസ്ലിം തീവ്രവാദികളുണ്ട്. ആ തീവ്രവാദ വിഭാഗത്തിന് അടിപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റാളുകളും ഒക്കെ, പല ആളുകളും ഒക്കെ. പല മാധ്യമങ്ങളും ഇന്ന് മുസ്ലിം തീവ്രവാദത്തിന് മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുക, പേടിയാ. പിണറായി വിജയന് പേടിയാ, പിന്നെ മുഖ്യമന്ത്രിക്ക് പിന്നെ നമ്മൾ വർത്തമാനം വേണ്ട കാര്യമുണ്ടോ? അതിനൊന്നും ഭീഷണിക്ക് വഴങ്ങാൻ പാടില്ല. എന്റെ അഭിപ്രായം ഞാൻ പരസ്യമായിട്ട് പറയുന്നു. ഇവിടെ കഴിഞ്ഞ 2011 കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ ക്രിസ്ത്യാനി ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്രിസ്ത്യാനികൾ 18.6%. ഇത് ഗവൺമെന്റ് അവധി കണക്കാ. 2018 ആയപ്പോൾ അത് നോക്കിയപ്പം 14%, 14 സംതിങ് ആയി. മനസ്സിലായില്ലേ? അപ്പൊ 4% കുറഞ്ഞിരിക്കുകയാണ് ജന്മം. 100 പിള്ളേർ കിട്ടുമ്പോൾ 14 ഉള്ളൂ ക്രിസ്ത്യാനി. നേരത്തെ 18 ഉണ്ടായിരുന്നു, 19 ഉണ്ടായിരുന്നത് 14 ആകുന്നു. എന്നാൽ മറ്റു മതസ്ഥർ കൂട്ടമെന്ന് പറയാം. മുസ്ലിം ആണെങ്കിൽ ഇപ്പം 31 ഉണ്ടായിരുന്നത് ഇപ്പം 43, 12% കൂടി. കൂടട്ടെ, കാരണം മതവിശ്വാസികൾ കൂടുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ക്രിസ്ത്യാനി ഇങ്ങനെ കുറഞ്ഞു പോലെ ഞാൻ കാണുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ അനാഥാലയങ്ങൾ നടത്താൻ സിസ്റ്റേജ് കിട്ടുകയില്ല, ആശുപത്രി നടത്താൻ ബുദ്ധിമുട്ടാവും, സ്കൂളുകൾ പ്രശ്നമാവും. അതുകൊണ്ട് കത്തോലിക്കാ സഭ നിർബന്ധമായും നമ്മുടെ വിശ്വാസികൾക്ക് നിർദ്ദേശം കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം നമ്മുടെ ഈ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി. അത് ക്രിസ്ത്യാനി നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ ഹിന്ദുവിന്റെയും മുസൽമാനും ഉൾപ്പെടെ ഈ സമൂഹത്തിന് നന്മയ്ക്ക് കൂടുതൽ ക്രിസ്ത്യൻ കുട്ടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, 1951 20% 2011 ക്രൈസ്തവ ജനസംഖ്യ 18%. അതോടൊപ്പം തന്നെ ക്രൈസ്തവരുടെ ജനന നിരക്ക് കേരളത്തിലെ മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കാണ്, 14%. അതോടൊപ്പം തന്നെ ഫെർട്ടിലിറ്റി റേറ്റ് 1 per couple ആണ്. ഈ ഒരു സാഹചര്യത്തിൽ പാലാ രൂപതാധ്യക്ഷൻ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് അങ്ങയുടെ കാഴ്ചപ്പാടിൽ? ആദ്യമായിട്ട് താങ്കളുടെ ചോദ്യത്തിനെ കുറിച്ച് മറുപടി പറയുന്നതിന് മുമ്പ് നമ്മൾ ആ സർക്കുലർ മനസ്സിലാക്കേണ്ട രീതിയിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടാണോ അത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്നുള്ളതിൽ എനിക്കൊരു ആശങ്കയുണ്ട്. കാരണം കുടുംബങ്ങളെയും മനുഷ്യ ജീവനെയും എന്നും ആദരിക്കുന്ന നിലപാടാണ് കത്തോലിക്കാ സഭയുടേത്. ആ നിലപാടില് ഒരിക്കലും വെള്ളം ചേർക്കാൻ കഴിയില്ല. കത്തോലിക്കാ സഭ കുടുംബങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കാണുന്നില്ല. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ സഭ അബോർഷനെതിരാണ്. തീർച്ചയായിട്ടും അത് സഭയുടെ പ്രായോഗിക നിലപാടാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ സർക്കുലറിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ജന്മം കൊടുക്കുക എന്നുള്ളതല്ല. മറിച്ച് കുടുംബങ്ങൾ മക്കളുടെ എണ്ണം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ നേരിട്ടാൽ ആ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും വളർത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും സഭയ്ക്ക് ചെയ്യാനുള്ള ദൗത്യം സഭ ചെയ്യും എന്ന് ഈ സർക്കുലറിലൂടെ പിതാവ് വിവക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരിടത്തും തന്നെ കുഞ്ഞുങ്ങളുടെ ജനനത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് 2000-ന് ശേഷം വിവാഹിതരായ പാലാ രൂപതയിലെ അംഗങ്ങൾ, അതൊരു കുടുംബവർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. മാർപ്പാപ്പ നമുക്കറിയാവുന്നതുപോലെ കത്തോലിക്ക സഭയില് കുടുംബവർഷമായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2021 മുതൽ 22 വരെയുള്ള ഒരു കൊല്ലക്കാലം കുടുംബവർഷമാണ്. ആ കുടുംബവർഷത്തോടനുബന്ധിച്ചാണ് ഇവിടെ ഈ സർക്കുലർ ഇറക്കുന്നത്. ആ സർക്കുലർ വളരെ കൃത്യമായി പിതാവ് ചൂണ്ടിക്കാണിക്കുന്നത്, ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നുമല്ല. അതായത് ഇന്ന് കുടുംബങ്ങളില് വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലി ഇവയെല്ലാം ഇന്ന് വളരെ ക്ലേശകരമായിട്ടുള്ള ദൗത്യങ്ങളാണ്. അപ്പൊ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ ഈ കുടുംബവർഷ ക്ഷേമ പദ്ധതികൾ എന്ന നിലയിലുമാണ് പിതാവ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ പറയുന്ന കാര്യം 5 അതിൽ കൂടുതലോ കുട്ടികൾ ഉണ്ടെങ്കിൽ, അതായത് കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുടുംബ പ്രതിസന്ധിയിലാണെങ്കിൽ 1500 രൂപ സാമ്പത്തിക സഹായം നൽകും എന്ന് പറയുന്നതും, അതുപോലെ തന്നെ 5 അതിലധികമോ കുട്ടികളുള്ള ദമ്പതികളിൽ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഈ ജോലികളിൽ മുൻഗണന നൽകുമെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ നേരിടുന്ന കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സഭ സഹായിക്കുകയാണ്. അത് സഭയുടെ എന്നത്തെയും നിലപാടാണ്. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിനെ തടയുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക, പ്രോ ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുക,
ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കുക, ജീവന്റെ സംരക്ഷകയാണ് സഭ എന്നുള്ളത് അടിവരയിട്ട് പറയുക. അതാണ് ഈ സർക്കുലർ. അത് എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് മനസ്സിലാകുന്നില്ല. അപ്പൊ ജീവന്റെ മഹത്വത്തെയും ജീവനെ സംരക്ഷിക്കാനുള്ള സഭയുടെ പ്രതിബദ്ധതയുമാണ് ഈ സർക്കുലർ കൃത്യമായി പറയുന്നത്. അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനനനിരക്ക് കുറഞ്ഞു പോയ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ കുറഞ്ഞു പോയ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിനോട് ചേർത്ത് കൂട്ടി വായിക്കാം വേണമെങ്കിൽ. പക്ഷേ പിതാവ് പറയുന്ന കാര്യം അതൊന്നുമല്ല. പിതാവ് പറയുന്ന കാര്യം കുടുംബങ്ങളിൽ സംരക്ഷണം ആവശ്യമുണ്ട്, വലിയ കുടുംബങ്ങൾക്ക് സംരക്ഷണം ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ ആരും സഹായിക്കാനുള്ള എന്ന പേരിൽ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് വിചാരിച്ച് പിതാവ് കൊടുക്കുന്ന സർക്കാരാണ്. അങ്ങനെ സംഭവിച്ചാൽ സഭ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന ആ ജീവന്റെ സുവിശേഷം, അതിനെ നമ്മൾ വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ട പ്രശ്നം ഇവിടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, നമുക്കറിയാം കത്തോലിക്ക സഭ എക്കാലവും ജീവന്റെ മൂല്യത്തെ ഉറക്കെ പ്രഘോഷിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജീവന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു തീരുമാനമല്ലേ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് എടുത്തിരിക്കുന്നത്? ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കാൻ, ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ സഭയുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോ എൻ്റെ അടുത്ത് വരുന്ന ദമ്പതികളിൽ, ഗർഭിണികളായിട്ടുള്ള ദമ്പതികൾ ചിലപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് പോയപ്പോൾ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ പ്രഗ്നൻസിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ പോലും പ്രസവം നിർത്താനായിട്ട് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് അവര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ താല്പര്യം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് യാതൊരു പരിഗണനയും കൊടുക്കാതെ കുഞ്ഞുങ്ങൾ എങ്ങനെയും ഒഴിവാക്കുക അല്ലെങ്കിൽ പ്രസവം നിർത്തുക, ഗർഭധാരണ ശേഷി നശിപ്പിക്കുക എന്ന് പരസ്യമായിട്ട് നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ആശുപത്രികളിലുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് വ്യവസ്ഥിതികളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് പാലാ രൂപത എടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനമാണെന്നാണ് ഞാൻ കരുതുക. കാരണം കണക്കുകൾ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ കേരളത്തിന്റെ ഗവൺമെന്റ് സൈറ്റിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ ഇതിലൂടെ ഞാൻ കണ്ണോടിക്കുകയുണ്ടായി. 2005 1 ലക്ഷത്തിനടുത്ത് കുഞ്ഞുങ്ങൾ കേരളത്തിലെ കുടുംബങ്ങളിൽ ജനിച്ചപ്പോൾ 2018 കണക്കനുസരിച്ചിട്ട് അത് 69,000 കുറയുകയാണ് ചെയ്തത്. അപ്പൊ 30% കേരളത്തിലെ കുടുംബങ്ങളിൽ, ക്രൈസ്തവ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ്. അതേസമയം കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു വർഷം ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 1997 6.05 6 something അത്രയും ലക്ഷം കുഞ്ഞുങ്ങൾ ഒരു വർഷം ജനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് അത് 4.7 ലക്ഷമായിട്ട് കുറഞ്ഞു. അപ്പോ ക്രൈസ്തവ സഭയിൽ 30% കുറഞ്ഞു, കേരള സഭയിൽ അത് 20%-ഓളം കുറഞ്ഞു. അപ്പൊ ഇത് കേരള ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല കുഞ്ഞുങ്ങൾ കുറയുന്നു എന്നുള്ളത്. അപ്പൊ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 1.71 കേരളത്തിൽ ഇപ്പോഴുള്ളത്. റീപ്ലേസ്മെന്റ് ലെവലിനേക്കാൾ താഴെയാണ് കേരളത്തിലെ കുടുംബങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ചൈനയില് നാം 1 നമുക്കൊന്ന് എന്നുള്ള പോളിസി മാറ്റി നാം 2 നമുക്ക് 2 കഴിഞ്ഞാൽ ഇപ്പൊ നാം 2 നമുക്ക് 3 എന്ന് പറയുമ്പോൾ അവിടുത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 1.71 ആണ്. അതായത് കേരളത്തിന്റെ അതേ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് നിൽക്കുന്ന ചൈനയില് അവർ വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് അവർ വന്നപ്പോൾ നമ്മളിപ്പോഴും കുഞ്ഞുങ്ങളെ കുറയ്ക്കുന്ന നിലപാടിൽ തന്നെ ഇവിടെ തുടരുന്നുണ്ടെങ്കിൽ നമ്മള് അപായ സൂചനകൾ കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. ഓരോ കുടുംബത്തെയും, അതായത് സർക്കാർ തന്നെ, കേരള സർക്കാർ തന്നെ ഇവിടുത്തെ ഈ ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തനങ്ങളെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട സമയമായി എന്നാണ് ഞാൻ കരുതുക. കാരണം ഞാനൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരാളാണ്, അതുപോലെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ണിന്റെ മുൻപിൽ നേരിട്ട് കാണുന്നുണ്ട്. ഇവിടെ എന്ത് വിധേനയും ജനസംഖ്യയെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുറയ്ക്കുന്ന പ്രോത്സാഹനങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നെങ്കിൽ അതിനെ ക്രിട്ടിക്കലായിട്ട് ഗവൺമെന്റ് നോക്കുകയും അത്തരം നിർബന്ധങ്ങളെ ഒഴിവാക്കുകയും ജനസംഖ്യ, കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്ന ദമ്പതികളെ അതിന് സഹായിക്കുകയും അധിക്ഷേപിക്കാതിരിക്കുകയും, അറ്റ്ലീസ്റ്റ് 3-മത്തെയോ അല്ലെങ്കിൽ 4-മത്തെയോ പ്രഗ്നന്റ് ആയിട്ട് ഒരു ഗവൺമെന്റ് ആശുപത്രി ചെല്ലും അവര് നേരിടേണ്ടി വരുന്ന അധിക്ഷേപങ്ങൾ എത്രയാണെന്നുള്ളത് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അങ്ങനെ പോയതിന് ശേഷം ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ വന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ള നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പൊ അത്തരം അധിക്ഷേപങ്ങളെയെങ്കിലും മാറ്റിവെക്കുക.
കാരണം ഒരു കുഞ്ഞ് ഈ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഈ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരായിട്ട് മാറുമ്പോൾ അവർ ഈ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും അനുഗ്രഹമായിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോ കുഞ്ഞുങ്ങളെ ഭാരമായിട്ട് കാണാതെ അനുഗ്രഹമായിട്ട് കാണുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രോത്സാഹനമാണ് പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും വ്യക്തമാണ്. അതിന് അദ്ദേഹത്തിന് ഞങ്ങളുടെ വലിയ അഭിവാദ്യം. തീർച്ചയായും വളരെ പ്രസക്തമായ ആശയങ്ങളാണ് ഡോക്ടർ ഫിൻഡോ പങ്കുവച്ചത്. ഫാദർ റോയ് കണ്ണഞ്ചിറ സീമെ, നേരത്തെ താങ്കളും ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിലും പറഞ്ഞതുപോലെ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഒരു എടയൻ എന്ന നിലയിൽ തൻ്റെ രൂപതയിലെ അംഗങ്ങളോടുള്ള ഒരു കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ആ സർക്കുലർ പുറത്തിറക്കിയത്. പക്ഷേ അതിനെ ഒരു സമുദായത്തിന് എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പബ്ലിക് നോട്ടീസ് എന്നും വകതിരില്ലാത്ത തീരുമാനം എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഒക്കെ ഉയർന്നു വന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ടാർഗറ്റ് ചെയ്ത് ഇത്രയും വ്യാപകമായിട്ടുള്ള ഒരു വിമർശനവും ആക്ഷേപവും ഈ സർക്കുലറിനെതിരെ ഉയർന്നു വന്നത്? ഫാദർ റോയ് കണ്ണഞ്ചിറ. എൻ്റെ ഒരു നിരീക്ഷണം, ഇത് ക്രൈസ്തവ സമൂഹത്തിന് എതിരെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാധ്യമ ആക്രമണങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം. ഇന്ന് ഇവിടെ മാതൃഭൂമി ചാനലിൽ വളരെ വിമർശനാത്മകമായി ഈ ഒരു വിഷയമെടുത്ത് വളരെ വിമർശനാത്മകമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ ചർച്ചയിൽ അവർ അവലംബിച്ച ശൈലി എന്ന് പറയുന്നത് കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ക്രൈസ്തവ നാമധാരികളായ രണ്ടുപേർ അതിൽ സംസാരിക്കുന്നതേ ഉള്ളൂ. അതൊന്ന് കത്തോലിക്ക സന്യാസ ജീവിതം ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീയും, മറ്റൊന്ന് കത്തോലിക്ക സഭയുടെ ശ്ലൈഹിക സംസ്കാരത്തെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു വ്യക്തിയുമാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടി വെച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ പാലാ രൂപതയിലെ അഭിയന്യ മെത്രാൻ ഇറക്കിയ, വിശ്വാസികൾക്ക് വേണ്ടി ഇറക്കിയ ഒരു ഇടയ ലേഖനത്തെ പരസ്യമായിട്ട് വിമർശിക്കുകയാണ്. അതിൽ ആക്ഷേപകരമായ ഒരു വിശ്വാസ സമൂഹത്തിന് മുറിവേൽക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുണ്ട്. എന്തിനാണ് ഇങ്ങനെ പൊതുസമൂഹത്തിന് നിരവധി നന്മകൾ ചെയ്തിട്ടുള്ള, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന മാതൃഭൂമി പോലെ ഒരു ചാനൽ ക്രൈസ്തവ സമൂഹത്തെ വ്യക്തമായ ഹിഡൻ അജണ്ടകളോടുകൂടി, നിഗൂഢമായ താല്പര്യത്തോടുകൂടി ആക്ഷേപിച്ചത് എന്ന് ചിന്തിക്കാൻ സ്വാഭാവികമായി ഒരു വിശ്വാസി എന്നുള്ള നിലയിലും ഒരു കത്തോലിക്ക പുരോഹിതൻ എന്നുള്ള നിലയിലും ഞാൻ നിർബന്ധിതനായി. അപ്പോൾ ഞാൻ പാലാ പിതാവിന്റെ സർക്കുലർ വായിച്ചു നോക്കി. അതിലെന്താണ് ഇത്രമാത്രം ആക്ഷേപകരമായിട്ട് പറയാനുള്ളത്? അതിപ്പോ ചാക്കോ സാറ് പറഞ്ഞ പോലെ പാലാ പിതാവ് അദ്ദേഹത്തിന്റെ കടമ നിർവഹിച്ചതാണ്. ഇവിടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഭൂമിയുടെ ഭാരം കൂട്ടുക എന്ന ദൗത്യം കത്തോലിക്ക സഭയോ ക്രൈസ്തവ സമൂഹമോ നിർവഹിക്കുന്നുണ്ടോ എന്നത് ഈ ചാനൽ വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ട് വേണമായിരുന്നു പറയാൻ. അതേസമയം ഏത് സമൂഹമാണ് ഇവിടെ കുട്ടികളുടെ ജനന നിരക്കിൽ വർധനവ് നേടിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവർ അനുമാനിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ വിൻഡോ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ ജനസംഖ്യാ നിരക്കിൽ തളർച്ചാ നിരക്ക് നേരിടുകയാണ്. വളർച്ചാ നിരക്കല്ല ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നേരിടുന്നത്, തളർച്ചാ നിരക്കാണ്. അപ്പോൾ അങ്ങനെയാണ് പാഴ്സി സിൻഡ്രം ബാധിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയേണ്ടി വരുന്നത്. 2001 സക്കറിയ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിൽ ശരാശരി ഒരു കുട്ടിയാണ്. 16% കുടുംബങ്ങളിൽ ഒരു കുട്ടി പോലും ഇല്ല എന്ന കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവ കുടുംബങ്ങളിൽ. അപ്പോൾ ഒരു സമൂഹം ഇങ്ങനെ ദ്രവിച്ചു തീരുന്നു, അല്ലെങ്കിൽ തളർന്നു തീരുന്നു, അല്ലെങ്കിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല, സർക്കാർ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ അംഗങ്ങൾ വളരുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം സർക്കാരിന്റെ അല്ല. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ അല്ലെങ്കിൽ പാലാ രൂപതയിലെ കുടുംബങ്ങളിൽ കുട്ടികൾ ഉണ്ടാവുകയും വളരുകയും വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മാധ്യമത്തിന്റെയും ഉത്തരവാദിത്തമല്ല. അത് ഒരു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം വ്രതമായി കൊടുത്തിരിക്കുന്ന ഒരു ആത്മീയ നേതാവിന്റെ, ഒരു ആത്മീയ പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ചാക്കോ സാർ സൂചിപ്പിച്ചതുപോലെ ഇത്
ജനസംഖ്യ വർദ്ധിപ്പിക്കണം എന്നല്ല പിതാവ് പറഞ്ഞു. ഉണ്ടാകുന്ന മക്കൾക്ക് ആ കുടുംബത്തിനെ പരിപാലിക്കാനായിട്ടുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ രൂപത സഹായിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കത്തോലിക്ക സഭ ഇത്തരത്തിൽ ഉള്ള സഹായം നൽകുന്നത് ആദ്യമായിട്ടല്ല. കത്തോലിക്ക സഭ ഇങ്ങനെയുള്ള സഹായം നൽകുന്നത് കത്തോലിക്ക സഭയിലുള്ളവർക്ക് മാത്രവുമല്ല. കത്തോലിക്ക സഭ നൽകിയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുടെ, സാമ്പത്തിക സഹായങ്ങളുടെ, സേവന മേഖലകളുടെ കണക്കെടുക്കട്ടെ ഈ ചാനലുകൾ. എത്ര ശതമാനം കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികൾക്ക് സഭ ചെയ്യുന്നുണ്ട്? ഇപ്പം പ്രളയ ദുരിതം വന്നു, ഓഖി ദുരിതം വന്നു, അല്ലെങ്കിൽ കോവിഡ് ദുരിതം വന്നു. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം കത്തോലിക്ക സഭ നൽകിയിട്ടുണ്ട്. എല്ലാം കത്തോലിക്ക കുടുംബങ്ങളെ തെരഞ്ഞു പിടിച്ച് മാത്രമാണോ കൊടുത്തിട്ടുള്ളത് എന്ന് ഈ ചാനലുകൾ പഠനം നടത്തട്ടെ, അന്വേഷിക്കട്ടെ. അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ മാതൃഭൂമി ചാനലിന്? കത്തോലിക്ക സഭ നൽകിയിരിക്കുന്ന സേവനങ്ങൾ സ്വീകരിച്ചവർ കത്തോലിക്കര് മാത്രമാണോ എന്ന് അന്വേഷിച്ച് ആ സത്യം തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ മാതൃഭൂമി ചാനലിന്? അത് അന്വേഷിച്ച് വരുമ്പോൾ നിങ്ങൾ ഞെട്ടും. കാരണം കത്തോലിക്കരല്ല, കത്തോലിക്ക വിശ്വാസികളല്ല, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളല്ല കത്തോലിക്ക സഭയുടെ സേവന മേഖലയിൽ നിന്ന് നന്മ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും തരംതിരിവ് പുലർത്തിക്കൊണ്ട് സേവനം ചെയ്യുന്ന ഒരു മതവിശ്വാസത്തിന്റെ ആൾക്കാരല്ല ക്രൈസ്തവ സമൂഹം. അവർ എല്ലാവരെയും ദൈവമക്കളായി കാണുകയും വിശക്കുന്നവർക്ക് ജാതി നോക്കാതെ, നിറം നോക്കാതെ ഒരുപോലെ ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്ന, എല്ലാവർക്കും കണ്ണുനീരിന് മതത്തിന്റെ നിറം നോക്കാതെ സേവനം ചെയ്യുന്ന, ദൈവമക്കളായി കരുതി സേവനം ചെയ്യുന്ന, മനുഷ്യരെ ദൈവമക്കളായി കരുതി സേവനം ചെയ്യുന്ന ഒരു സഭാ സമൂഹമാണിത്. അതുകൊണ്ട് ഇവിടെ ഈ ക്രൈസ്തവർക്ക് മാത്രമായിട്ട് ഒരു ആനുകൂല്യം നൽകുന്ന ഒരു രീതി കത്തോലിക്ക സഭയ്ക്കില്ല, ക്രൈസ്തവ സഭയ്ക്കില്ല. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്നത് പാലാ രൂപതയിലെ അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമാണെങ്കിൽ അത് നൽകാൻ രൂപത തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് നൽകാനായിട്ട് മറ്റൊരു മതസമൂഹം വരൂ. ഇവിടെ മക്കളെ കൂടുതൽ ജനിപ്പിക്കുന്ന മതസമൂഹം പാലാ രൂപതയെ സഹായിക്കാൻ വരും. അല്ലെങ്കിൽ ഈ പറയുന്ന ചാനൽ പ്രതിനിധാനം ചെയ്യുന്ന ഏതെങ്കിലും തത്വശാസ്ത്രങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാൻ വരും. വളരെ അപൂർവമായിട്ട് മാത്രമേ അതിന് ഉത്തരം തരാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് സ്വന്തം സമൂഹത്തെ നിലനിൽപ്പിന് വേണ്ടി സഹായിക്കാനായി ഒരു പിതാവ് തയ്യാറായപ്പോൾ അതിനെ വിമർശിക്കുന്നതിന്റെ അതിനെ വിമർശിക്കുന്നതിന്റെ പിൻബലം എന്താണ്, അതിന്റെ പിറകിലുള്ള ലക്ഷ്യം എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. ക്രൈസ്തവ സമൂഹത്തെ ആക്രമിച്ചാൽ, ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിച്ചാൽ ഇവിടെ ആരും ഒന്നും പ്രതികരിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർ മക്കൾ കൂടുതലുണ്ടാകുന്ന മറ്റ് മതസമൂഹങ്ങളുടെ വിഷയങ്ങൾ എടുത്ത് ഇതുപോലെ ചാനൽ ചർച്ച നടത്തും. അതിനുള്ള ചങ്കൂറ്റമുണ്ടോ മാതൃഭൂമിക്ക്? അത് ചെയ്യില്ല. അത് ചെയ്തിട്ട് ചർച്ച നടത്തിയിട്ട് അവർ വീട്ടിലെത്തുമെന്ന് അവർക്ക് ഉറപ്പില്ല അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്താൽ. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏതെങ്കിലും സതുദ്ദേശപരമായ വിഷയങ്ങളെ പോലും തെറ്റായി വ്യാഖ്യാനിച്ച്, ദുർവ്യാഖ്യാനം ചെയ്ത് പൊതുസമൂഹത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ സൽപ്പേരും സതുദ്ദേശവും വികൃതമായി അവതരിപ്പിക്കുവാനുള്ള ഇത്തരത്തിലുള്ള മാധ്യമ അജണ്ടകൾ ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് തുടരരുത് എന്നതാണ് എന്റെ എളിയൊരു അഭ്യർത്ഥന. തീർച്ചയായും സതുദ്ദേശപരമായ ഒരു സഭാസമൂഹം, ഒരു സഭാധ്യക്ഷൻ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ നന്മയെ പ്രശംസിക്കേണ്ടതിന് പകരം ഇത്തരത്തിൽ വികൃതമായി അവതരിപ്പിക്കുന്ന നടപടിയുടെ ദുരുദ്ദേശം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ക്രൈസ്തവർക്കെന്നല്ല പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട് എന്നാണ് എന്റെ. തീർച്ചയായും അത്തരം ഹിഡൻ അജണ്ടകളോട് നാം തീർച്ചയായും ജാഗ്രത പുലർത്തണം. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, നമുക്കറിയാം കേരളത്തിലെ ക്രൈസ്തവ സമുദായങ്ങളോട് ഒരു രൂപതാധ്യക്ഷനും പെറ്റുപെരുകി തങ്ങളായിരിക്കുന്ന ദേശത്തെ കീഴടക്കുക എന്ന് ഒരിക്കലും ആഹ്വാനം ചെയ്യുകയില്ല, ഇനിയും ആഹ്വാനം ഒരിക്കലും ചെയ്യുകയുമില്ല. പക്ഷേ ടാർഗറ്റഡായി പലപ്പോഴും ഒരു രൂപതാധ്യക്ഷൻ തൻ്റെ രൂപതയിലെ അംഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ
പലപ്പോഴും ആ അവകാശത്തെ മുഖ്യധാര സമൂഹം പലപ്പോഴും ചോദ്യം ചെയ്യുന്നു. നമുക്കറിയാം, അന്തരിച്ച മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹം നിരവധി സമൂഹ മാധ്യമങ്ങളിലും മറ്റ് നിരവധി ആക്രമണങ്ങൾക്ക് വിധേയമായി. എന്തുകൊണ്ട് രൂപത അധ്യക്ഷൻ സ്വന്തം രൂപതയിലെ അംഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പലപ്പോഴും ആ അവകാശത്തെ പൊതുസമൂഹം ചോദ്യം ചെയ്യുന്നു? ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ. അതായത് അതിന്റെ മറുപടി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിൽ ഇന്ന് പല വിധത്തിലുള്ള ചിന്താധാരകള്, ലോകത്തിന് നിലനിൽപ്പിന് തന്നെ അപകടകരമായിട്ടുള്ള വിധത്തിലുള്ള ചിന്താധാരകളും തത്വചിന്തകളും ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് ഞാനും താങ്കളും ജീവിക്കുന്നത്. ഈ ചിന്താധാരകളുടെ എല്ലാം അടിസ്ഥാനം ഒരുപക്ഷെ മനുഷ്യന്റെ മൂല്യങ്ങളെയും ജീവന്റെ വിലയെയും ഒക്കെ കാറ്റിൽ പറത്തുന്ന വിധത്തില് എല്ലാറ്റിനും എതിരെ തിന്മ പ്രൊക്ലെയിം ചെയ്യുന്ന വിധത്തിൽ പലപ്പോഴും തലയുയർത്തുന്നത് നമുക്ക് കാണാം. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. കത്തോലിക്ക സഭ കാരുണ്യവധത്തിനെതിരെ പറഞ്ഞാൽ, കത്തോലിക്ക സഭ അബോർഷനെതിരെ പറഞ്ഞാൽ, കത്തോലിക്ക സഭ ജീവന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞാൽ, കത്തോലിക്ക സഭ ലോകത്തിലെ ഗേ വിവാഹങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, സ്വവർഗ വിവാഹങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, അതൊക്കെ സാമാന്യമായി എതിർക്കുവാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു വലിയ സമൂഹം ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ലോകത്തിൽ ഒരു വെർച്വൽ വേൾഡ് വാർ നടക്കുന്നുണ്ട്. ആ വേൾഡ് വാർ സഭ ഒരു വശത്തു നിന്നും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക് കൂട്ടാളികളായിട്ടുള്ള സംവിധാനങ്ങളും വ്യക്തികളും സാഹചര്യങ്ങളും മറുഭാഗത്തു നിന്നുമുള്ളൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിലെ ആത്യന്തികമായ വിജയം സത്യത്തിന്റെയും നീതിയുടെയും ദൈവാധിഷ്ഠിതമായിട്ടുള്ള മുന്നേറ്റങ്ങളുടെയും തന്നെയാവും. എനിക്കതിൽ സംശയമൊന്നുമില്ല. അപ്പൊ കുഞ്ഞുങ്ങളെ സഭ ഭാരമായി കാണുന്നില്ല. നമ്മളൊന്നും ചിന്തിക്കുക, ഇവിടെ ബഹുമാനപ്പെട്ട റോയി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മദർ തെരേസ ക്രൈസ്തവ കുട്ടികളെ മാത്രമാണ് എടുത്താണോ വിശുദ്ധയായത്? മദർ തെരേസ സമൂഹത്തിൽ തഴയപ്പെട്ട കുഞ്ഞുങ്ങളെ ഭാരമായി കാണാതെ അവരെ മാറോട് ചേർക്കുന്ന ഒരു ജീവിത രീതി സ്വീകരിച്ചതിന്റെ പേരിലാണ് മദറിനെ ലോകം മുഴുവനും വിശുദ്ധിയായി പരിഗണിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാതെ ജീവന്റെ മഹത്വത്തെ സഭ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഒരു വിറ്റ്നസിംഗ് ആണ് മദർ തെരേസയുടെ ജീവിതം. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ ലോകം തമസ്കരിച്ചുകൊണ്ട് ആർക്കും ഈ ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ഓടിക്കയറുന്ന ഒരു പ്രവണത കാണിക്കാം. കാരണം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക സഭയെ അടിച്ചാൽ ആർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കത്തോലിക്ക സഭയുടെ വിശ്വാസ സംഹിതകളും മൂല്യങ്ങളും തത്വങ്ങളും ഒക്കെ ഒരു കരണത്തടിക്കുന്ന മറുകരണം കാണിച്ചു കൊടുക്കുക എന്നുള്ള സിദ്ധാന്തത്തിന്റെ അധിഷ്ഠിതം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ആ തരത്തിൽ ഈ അടിക്കുന്നവനെ തിരിച്ചടിച്ച കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള പ്രാചീന സംസ്കാരത്തിൽ നിന്ന് ക്രിസ്തു പഠിപ്പിച്ച മാർഗത്തിലേക്ക് തിരിച്ചു വന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ മേൽ ഓടിക്കയറാൻ, അല്ലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ക്രൈസ്തവ മൂല്യങ്ങളുടെയും മേൽ ഓടിക്കയറാൻ തിന്മയുടെ സ്വാധീനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങൾക്കും വ്യക്തികൾക്കും താല്പര്യങ്ങളുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ട. അതേസമയത്ത് മറ്റു ചില തിന്മയുമായിട്ടാണ് അവർ ഏറ്റുമുട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ ആ തരത്തിൽ പരിക്കേറ്റ് പോകേണ്ടി വരും. അപ്പൊ അത് ഇവിടെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിന് നമ്മൾ തിരിച്ചറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ മാധ്യമങ്ങളായാലും ലോകത്തിന്റെ പൊതുവായ ചിന്താധാരകളായാലും ലോകത്തിന്റെ കാഴ്ചപ്പാടുകളായാലും ഒക്കെ ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സമൂഹത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനൊരു ഭാഗമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടേതും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രവർത്തിക്കുന്ന മറ്റ് സോഷ്യൽ മീഡിയയിലെയും ഒക്കെ ഇത്തരത്തിലുള്ള ചിന്തകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ അടിസ്ഥാനം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് പ്രൊക്ലെയിം ചെയ്യാനുള്ളത് ഈ മൂല്യങ്ങളും ഈ ജീവനെതിരെയുള്ള പ്രവണതകൾക്ക് ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള നമ്മുടെ ദൗത്യങ്ങൾ ഏറ്റുപറയലുമാണ്. ഇവിടെ അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സർക്കുലറിൽ ഉത്തരവാദിത്തപ്പെട്ട പിതൃ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അതായത് റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ്, ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് വളർത്താൻ മാതാപിതാക്കൾ കടമയുണ്ടെന്നുള്ളതാണ്. ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാനല്ല, മറിച്ച് വളർത്താനുള്ള കടമ ഏറ്റെടുക്കണമെന്നാണ് പിതാവ് ആഹ്വാനം ചെയ്യുന്നത്.
അത് ലോകത്തോടുള്ള ആഹ്വാനമാണ്. അത് കത്തോലിക്ക സഭയുടെ മാത്രമുള്ള ആഹ്വാനമായി ഞാൻ കാണുന്നില്ല. മാതാപിതാക്കൾക്കെല്ലാം ഉത്തരവാദിത്വമാണ്. ഞാൻ ജന്മം നൽകുന്ന കുഞ്ഞിനെ എന്റെ ഇഷ്ടാനുസരണം നശിപ്പിക്കുവാൻ ആരാണ് എനിക്ക് റൈറ്റ് തന്നിരിക്കുന്നത്? കാരണം ജീവൻ ദൈവത്തിന്റെ ദാനമായതുകൊണ്ട്. അപ്പൊ ആ തരത്തിൽ സ്വാർത്ഥമായി ചിന്തിക്കാതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പിതൃ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി നിന്നുകൊണ്ടുള്ള ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് വളർത്താനുള്ള ആഹ്വാനത്തിന്റെ വെറും ഒരു ആഹ്വാനത്തിൽ ഒതുങ്ങിയല്ല പിതാവ്, മറിച്ച് ആഹ്വാനത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നൽകലാണ് ഈ സർക്കുലർ. അതിനെ അങ്ങനെ കാണാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ ഇതിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെയും ഇവിടെയും ഇരുന്നുകൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യാതൊരു അടിസ്ഥാനമില്ലാത്ത കത്തോലിക്ക സഭയുടെ യഥാർത്ഥമായ കാഴ്ചപ്പാട് അറിയാത്തത്, സഭയുടെ പ്രതിബദ്ധത മനസ്സിലാക്കാത്തവർക്ക് എന്തും പറയാം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, പ്രോലൈഫ് ആശയങ്ങൾക്ക് വേണ്ടി എന്നും ശക്തമായി നിലകൊണ്ട വ്യക്തിയാണ് താങ്കൾ. നമുക്കറിയാം, ക്രൈസ്തവ സമുദായത്തെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉയർന്ന വിവാഹപ്രായം, വിവാഹം നടക്കാത്ത അവസ്ഥ, ഇതുപോലെ ധാരാളം പ്രതിസന്ധിയിലൂടെയാണ് ക്രൈസ്തവ സമുദായം കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മക്കൾ വേണം എന്ന ആശയത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്? ഇന്ന് ഞാൻ കാണുന്നത് ഒരു തലമുറ മുൻപ് 2 or 3 കുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മാത്രം ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഇന്നത്തെ യുവജനങ്ങളിൽ പലരും തങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു പെൺകുട്ടിയെ സംസാരിക്കുകയുണ്ടായി. അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അവളുടെ വീട്ടിൽ അവൾ ഒറ്റ മകളാണ്. പക്ഷെ അവൾ പറയുന്നു, എനിക്ക് 5 മക്കൾ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ആ ഒറ്റ മകളായിരിക്കുന്നതിന്റെ ഏകാന്തത അവളുടെ ജീവിതത്തില് ഈ ഒരുപക്ഷെ 22 വയസ്സോ അല്ലെങ്കിൽ 25 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ അവൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ ഈ കുഞ്ഞുങ്ങൾ കുറഞ്ഞതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. അതിന്റെ ഗതികേടിലാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ജനസംഖ്യാ വിസ്ഫോടനമൊന്നുമല്ല, ഇന്നിവിടെ ഉള്ളത് എക്സ്പ്ലോഷൻ ഓഫ് ലോൺലിനെസ്, ഏകാന്തതയുടെ എക്സ്പ്ലോഷൻ ആണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. നമ്മുടെ ഇടവകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയോട് ചേർന്നുള്ള ഇടവകയിൽ അവിടുത്തെ അച്ഛൻ പറയാണ്, ഇവിടുത്തെ 20% വീടുകൾ അടച്ചുപൂട്ടി കിടക്കുക. 1 or 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 2 or 3 കുഞ്ഞുങ്ങളുണ്ട്. അവർ വിവാഹം കഴിഞ്ഞു പോയി, മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന കോവിഡിന്റെ കാലഘട്ടം കൂടി ആയി കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കായിരിക്കുന്ന മാതാപിതാക്കൾ, ഒന്ന് പുറത്തിറങ്ങാൻ പോലും ധൈര്യമില്ലാതെ, സഹായമില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുള്ള ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങളിൽ ഇവിടുത്തെ യുവജനങ്ങൾ ഇന്ന് കൂടുതൽ മക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. 1-2 പേരല്ല, ഒരുപാട് പേര് ധാരാളം മക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം അവരുടെ ജോലിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, വിദേശ രാജ്യങ്ങൾ, 30% പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാ. അപ്പൊ ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ കൊണ്ട് അവര് ക്രൈസിസിലാണ്. സഹായിക്കാനായിട്ട് ആൾക്കാരില്ല, മക്കളെ നോക്കാനായിട്ട് സഹായിക്കാനായിട്ട് ആൾക്കാരില്ല. ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഇന്ന് കുടുംബങ്ങൾ നേരിടുകയാണ്. അപ്പോ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ യുവജനങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്. ചിലപ്പോ വിദേശത്ത് ജോലി ഉപേക്ഷിച്ചിട്ടായിരിക്കാം ഭർത്താവ് നാട്ടിൽ വന്ന് നിന്ന് തങ്ങൾക്ക് ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി അവർ ഒരുമിച്ച് നിന്നത്. പിന്നെ ചിലപ്പോഴും വിദേശത്ത് തിരിച്ചു പോകാൻ പറ്റിയില്ല. അങ്ങനെ 1 or 2 or 3 കുഞ്ഞുങ്ങളൊക്കെ ആവുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് ഒരു സഹായം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അധിക്ഷേപങ്ങളിൽ നിന്ന് മാറി കത്തോലിക്ക സഭയുടെ ആശുപത്രികളിൽ ഒരു പരിഗണനയോടുകൂടി പ്രസവിക്കാനെങ്കിലും അവർക്ക് അവകാശമുണ്ടെന്ന് തന്നെ ഞാൻ കണക്കാക്കുക. കാരണം ജീവനെ ഭാരമായിട്ടല്ല, ജീവനെ അനുഗ്രഹമായിട്ട് കാണുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താ പറയാ, സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോഴ് ഈ നമ്മള് ഇപ്പോഴും ജനസംഖ്യാ വിസ്ഫോടനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഇപ്പൊ ജനസംഖ്യാ വിസ്ഫോടനമൊന്നും അല്ല നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ളത്. കേരളത്തിലെ ജനസംഖ്യയുടെ കണക്ക് ഞാൻ പറഞ്ഞു, 6.04 ലക്ഷത്തിൽ നിന്ന് 4.60 ലക്ഷത്തിലേക്ക് കുറഞ്ഞപ്പോഴ് ബംഗാളിൽ നിന്ന് ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബംഗാളിൽ നിന്ന് ആരും വരുന്ന പ്രതീക്ഷിക്കേണ്ട. കുറച്ചു നാൾ മുൻപ് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു, 10-20 കൊല്ലം മുന്നേ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ബംഗാളിൽ നിന്നായി. ഇനി ബംഗാളിലും കുഞ്ഞുങ്ങൾ കുറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്നും ആരും വരുന്ന പ്രതീക്ഷിക്കേണ്ട. എങ്കിൽ എവിടേക്കാണ് നമ്മുടെ പോക്ക്? ഗവൺമെന്റ് പറയുന്നത് അല്ലെങ്കിൽ ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തകർ പറയുന്നത് കേട്ട് നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറയുന്ന കുടുംബങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നാം ഒന്ന് നമുക്കൊന്ന് എന്ന് ചിന്തിക്കുന്ന ഒരു കപ്പ്,
അവർക്കുണ്ടായ നാം ഒന്ന് നമുക്കൊന്ന് എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കുടുംബത്തിൽ നിന്ന് അവരുടെ മകനോ മകളോ കല്യാണം കഴിച്ചു എന്ന് കരുതുക. അപ്പോ രണ്ട് കുടുംബങ്ങളിലും ഒറ്റ മക്കൾ മാത്രമേ ഉള്ളൂ, അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു, അവർക്കും ഒരു കുഞ്ഞുണ്ടാകുന്നു. ഈ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു എന്ന് കരുതുക. അവർ എത്ര പേര്, അതായത് മാതാപിതാക്കൾ റിട്ടയർമെന്റ് ഏജ് കടന്നു കഴിഞ്ഞാൽ, 65 വയസ്സ് കടന്നു കഴിഞ്ഞാൽ, ഡിപ്പെൻഡന്റ് ഏജ് ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും എത്ര പേർക്കുള്ള ഭക്ഷണത്തിന് വക കണ്ടുപിടിക്കേണ്ടി വരും? ഇൻ കേസ് ഭാര്യ ജോലിക്ക് പോകുന്നില്ല എങ്കിൽ ഈ ഭർത്താവ് ഒറ്റ ആൾ, പ്രായമായ 4 മാതാപിതാക്കൾക്കും അയാൾക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും 7 പേർക്കുള്ള ഭക്ഷണത്തിന് വക കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരള സമൂഹത്തിലേക്ക് ജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് നമ്മൾ എടുത്തില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ രൂപതയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും വരണം. ഞാൻ പറയും, ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മാത്രം വിഷയമല്ല. ബാക്കി എല്ലാ സമൂഹങ്ങളും തങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഈ ജനസംഖ്യാ നിയന്ത്രണ ജാർഗൺസ്, ഓക്കെ, അത് ഹൈപ്പോത്തസിസ്, ഓക്കെ, ജനം പെരുകി വർദ്ധിക്കുകയാണ്, ഇങ്ങനെ ജനം പെരുകി വർദ്ധിക്കുകയാണെങ്കിൽ കാല് നിലത്ത് കുത്താൻ സ്ഥലമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നുണകള് നമ്മുടെ തലയിലേക്ക് കയറ്റി വിടുമ്പോൾ അതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് കൂടി നമ്മളൊന്ന് തിരിച്ചറിയണം. അപ്പൊ ഇതൊക്കെ യഥാർത്ഥമാണോ? കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് ഇവിടെ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത സമയമായി എന്നൊക്കെ പറയുമ്പോൾ ഈ കുടുംബങ്ങളിൽ ഏകാന്തത മൂലം നിരാശയിൽ കഴിയുന്ന, അല്ലെങ്കിൽ നിരാശയിലൂടെ ഡിപ്രഷനും അതുപോലെ തന്നെ സൂയിസൈഡിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവജനങ്ങളോട് ദയവ് ചെയ്ത് ഈ ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെ മണ്ടത്തരം അത് അടിസ്ഥാനത്തോടു കൂടി സംസാരിക്കൂ. ഇനിയും ഹൈപ്പോത്തസിസ് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാനായിട്ട് നോക്കല്ലേ. തീർച്ചയായും ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് ഡോക്ടർ ഫിൻറ്റോ ഫ്രാൻസിസ് നമ്മോട് പങ്കുവച്ചത്. ഫാദർ റോയി കണ്ണഞ്ചിറ, നമുക്കറിയാം ക്രൈസ്തവ സമുദായത്തിൻ്റെ കേരളത്തിലെ ഒരു ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് വളരെയധികം നന്മകളും വികസനങ്ങളും ചെയ്ത ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം. ക്രൈസ്തവ സമുദായം ഒരിക്കലും ഈ നാടിൻ്റെ വികസനത്തിന് ഒരിക്കലും എതിര് നിന്നിട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുറപ്പെടുവിച്ച സർക്കുലർ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ആരാധനാലയങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ അത് സ്ഥാപിക്കണം എന്നൊക്കെ. ശരിക്കും ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു നിലനിൽപ്പ് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമല്ലേ ഫാദർ റോയി കണ്ണഞ്ചിറ? നമ്മൾ വിവിധ മതസമൂഹങ്ങളുടെ രാഷ്ട്ര നിർമ്മിതിയിലുള്ള പങ്ക് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഒന്നാമത്തെ മറുപടി, എല്ലാവരും, എല്ലാ മതങ്ങളും അവരവരുടേതായ പങ്ക് രാഷ്ട്ര നിർമ്മിതിക്കായി അർപ്പിച്ചിട്ടുണ്ട്. അതിനെ ആദരിക്കുകയും മറ്റ് മതവിഭാഗങ്ങൾ, ഇപ്പോൾ ക്രൈസ്തവ മതം എന്നുള്ള ആ ഒരു ടേം, ആ ഒരു പദം ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മറ്റ് മതവിഭാഗങ്ങളും ആ മതവിഭാഗത്തിലെ നേതാക്കളും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിലും ഉൾപ്പെടെ എത്രയോ പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്രൈസ്തവ മതത്തിന്റെ കാര്യം പറയുമ്പോൾ അനിഷേധ്യമായ ഒരു സംഭാവനയാണ് ക്രൈസ്തവ സമൂഹം കേരളത്തിലും ഭാരതത്തിലും നൽകിയിട്ടുള്ളത്. അത് രാഷ്ട്ര നിർമ്മിതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനവ വിഭവശേഷി വികസനമാണ് അതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. കാരണം ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവരുടെ ധനവിനിയോഗത്തിന്റെ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ്, മാനവ വിഭവശേഷിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്, ഡിഫൻസിന്, പ്രതിരോധത്തിനോടൊപ്പം തന്നെ. അപ്പോൾ മാനവ വിഭവശേഷി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭാരത പൗരബോധത്തിന്റെ പുതിയ തലമുറകളെ വാർത്തെടുക്കുക, ഏകദേശം 50,000-ലധികം വിദ്യാലയങ്ങൾ കത്തോലിക്ക സഭ KCBC അല്ല CBCIയുടെ കീഴിൽ തന്നെ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കും. മറ്റ് ക്രൈസ്തവ സമൂഹത്തിന്റെ ആയിരക്കണക്കിന് സ്കൂളുകൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസ ശൈലി
അതത് സംസ്ഥാനത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭരണഘടനയെ അനുശാസിക്കുന്ന രീതിയിൽ മതേതരവും മതസൗഹാർദ്ദപരവും ജനാധിപത്യപരവും ആയിട്ടുള്ള തുല്യതയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സംസ്കാരം കുഞ്ഞുങ്ങളിലേക്ക് പങ്കുവെക്കുന്ന രാഷ്ട്ര നിർമ്മിതിയുടെ പങ്കാളിത്തമാണ്. ഏതെങ്കിലും ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റു മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് എങ്ങനെ അവരെ ക്രൈസ്തവരാക്കി മാറ്റാം എന്നുള്ളതിന്റെ പരിശീലനം ഏതെങ്കിലും ഒരു ക്രൈസ്തവ വിദ്യാലയത്തിൽ നൽകുന്നതായിട്ട് ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയും? ഇല്ല. പക്ഷെ മറ്റു ചില മതസമൂഹങ്ങൾ വളരെ ടാർഗറ്റഡ് ആയിട്ട് നടത്തുന്ന ചില തീവ്രവാദ നിലപാടുകളുള്ള ചില പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെ ഗവൺമെന്റ് തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം എന്താ? തീവ്രവാദ നിലപാടുകളുള്ള ചില കാഴ്ചപ്പാടുകൾ കുഞ്ഞു മനസ്സുകളിൽ കുത്തിവെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഞാനിത് പറയാൻ കാരണം ക്രൈസ്തവ സമൂഹം ഭാരതത്തിനും കേരളത്തിനും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യമായ വിദ്യാദാനം നൽകി നീതിപൂർവമായ മാനവ വിഭവശേഷി വികസനത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രഭരണം കൈയാളുന്ന BJP പാർട്ടികളുടെ സമുന്നതരായ നേതാക്കൾ അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെ എത്രയോ പേർ ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണ് പഠിച്ചതെന്ന് വെളിപ്പെടുത്തിയിരിക്കും. അവരാരെങ്കിലും രാഷ്ട്ര നിർമ്മിതിയിൽ സംഭാവന നൽകാൻ പറ്റാത്ത ഇടുങ്ങിയ മനസ്സായിട്ടുള്ളവർ മാറിയോ? ഇനി കേരളത്തിൽ എടുത്തു നോക്കിയേ. കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ കൃത്യമായ രീതിയിൽ മക്കൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടുത്തെ CPM നേതാക്കളുടെ കൃത്യമായ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ എല്ലാ നേതാക്കളുടെ മാത്രമല്ല അനുയായികളുടെയും മക്കളെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് എന്തുകൊണ്ടാണ് ഇവർ നിർബന്ധം പിടിക്കുന്നത്? സിസ്റ്റേഴ്സിന്റെ സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കണം എന്നാണ് നിർബന്ധം പിടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ചില സന്യാസ സഭകളുടെ പ്രഖ്യാതമായ സ്ഥാപനങ്ങളിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് എന്തുകൊണ്ടാണ് വാശി പിടിക്കുന്നത്? അവിടെ ജനാധിപത്യമുണ്ട്, അവിടെ തുല്യതയുണ്ട്, അവിടെ ഉത്കൃഷ്ടമായ ഏറ്റവും മികച്ച വിദ്യാദാനമുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്ര നിർമ്മിതിയിൽ ഒരു മതസമൂഹം, ക്രൈസ്തവ സമൂഹം നൽകിയിരിക്കുന്ന സംഭാവന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ മികച്ച കോളേജുകൾ രൂപീകരിച്ച് അതിനുവേണ്ടി ക്രൈസ്തവ സമൂഹത്തിന്റെ ആസ്തിയാണ്, ക്രൈസ്തവ സമൂഹത്തിന്റെ സമ്പത്താണ് പൊതുസമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 1846 വിശുദ്ധ ചാവറ പിതാവ് മാന്നാനം ആശ്രമത്തിന്റെ മുമ്പിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള ഒരു ആശയം കൂടുതൽ കത്തോലിക്ക സഭയിൽ പ്രചാരത്തിലാക്കിയപ്പോൾ അതിനു മുമ്പ് തന്നെ ആംഗ്ലിക്കൻ സഭയിലെ വലിയ മിഷണറിമാർ പള്ളികളോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ച് വിദ്യാദാനം നിർവഹിച്ചിരുന്നു. അപ്പോൾ 1864 ആയപ്പോഴേക്കും പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കാൻ വേണ്ടി പിടിയേരി സമ്പ്രദായവും കെട്ടുതെങ്ങ് സമ്പ്രദായവും ഒക്കെ ആവിഷ്കരിച്ച് കത്തോലിക്കരായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള വ്യക്തികളുടെ ജീവനോപാധിക്ക് വേണ്ടി സമാഹരിക്കാമായിരുന്ന സമ്പത്തും സാധ്യതകളും മാനവ വിഭവശേഷിയും പൊതുസമൂഹത്തിലെ എല്ലാ മതസ്ഥരായിട്ടുള്ള മക്കൾക്കും തരംതിരിവില്ലാതെ വിദ്യ വിതരണം ചെയ്യാൻ വേണ്ടി സമാഹരിച്ച് അത് പൊതുസമൂഹ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി ഉയർത്തിയെടുത്തു. 1866 കേരളത്തിൽ ആദ്യമായിട്ട് ഉച്ചക്കഞ്ഞി സമ്പ്രദായം ആരംഭിക്കുന്നത്, അറിയാമല്ലോ. അത് വിശുദ്ധ ചാവറ പിതാവിന്റെ നേതൃത്വത്തിലാണ്, ബെർണർദീനോസ് വെച്ചിനെല്ലി പിതാവിന്റെ നേതൃത്വത്തിലാണ്. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഇതൊന്നും മറന്നു കളയാൻ പറ്റില്ല. പക്ഷെ കേരള ചരിത്രം എഴുതിയപ്പോൾ ഒന്നാമത്തെ കേരള സംസ്ഥാന രൂപീകരണത്തോട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഉച്ചക്കഞ്ഞി സമ്പ്രദായം കേരളത്തിൽ ആരംഭിച്ചത് എന്ന് കേരള ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ചാവറ പിതാവില്ല, അവിടെ ക്രൈസ്തവ സഭയില്ല. എന്നാൽ പതിറ്റാണ്ടുകൾ മുമ്പ് 1866 തന്നെ ഉച്ചക്കഞ്ഞി സമ്പ്രദായം. കെട്ടുതെങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തോലിക്കരായിട്ടുള്ള കുടുംബാംഗങ്ങളുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ കായ്കളുള്ള തെങ്ങിൽ 5 തെങ്ങ് കയറുകൊണ്ട് കെട്ടിയിടുക. എന്നിട്ട് ആ തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുപോയി ഇടുക. എന്നിട്ട് എന്തിനാണ്? വികാരിയത്തിന് തല്ലിപ്പൊട്ടിച്ച് തിന്നാണോ? അല്ല കൈക്കാരന്മാർക്കും കമ്മിറ്റിക്കാർക്കും കൂടെ തേങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടിയായിരുന്നു? അല്ല, ആ തേങ്ങ വിറ്റിട്ട്
ആ പള്ളിക്കൂടത്തിന് മുമ്പിലുള്ള പള്ളിയുടെ മുമ്പിലുള്ള പള്ളിക്കൂടങ്ങളിൽ അച്ഛന്റെ സൗണ്ട് എല്ലാ മതസ്ഥരായ കുഞ്ഞുങ്ങൾക്കും ഒരുമിച്ചിരിക്കാനുള്ള ബെഞ്ച് പണിയാൻ വേണ്ടിയായിരുന്നു, ഡെസ്ക് പണിയാൻ വേണ്ടിയായിരുന്നു. അവരുടെ ഇരുണ്ട മനസ്സിന്റെ തെളിഞ്ഞ ചോക്കുകൊണ്ട് എഴുതി വിജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുവാൻ വേണ്ടിയായിരുന്നു. ഇത് ചെയ്ത ഒരു സമൂഹത്തെ അങ്ങനെ രൂപീകരിച്ചെടുത്ത കേരള സംസ്കാരത്തിന്റെ, കേരള ചരിത്രത്തിന്റെ വളർച്ചയിൽ നിർണായകമായി പങ്കുവഹിച്ച ഒരു സമൂഹത്തെ, ആ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിൽ ആ സമൂഹത്തിലെ ഒരു രൂപതയിലെ മതാധ്യക്ഷൻ ഒരു സഹായം ചെയ്യാം എന്ന് പറഞ്ഞതിനെ ഇത്ര പരസ്യമായി വികൃതമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ടെന്നാണ് ഈ വിമർശനം ഉന്നയിക്കുന്നവരോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്. ആര് ഓർത്താലും ഓർത്തില്ലെങ്കിലും, ആരൊക്കെ നമസ്കരിച്ചില്ലെങ്കിലും, ഇവിടെ നവോത്ഥാന നായകരുടെ ലിസ്റ്റ് വന്നപ്പോൾ ക്രൈസ്തവ നാമധാരികൾ ഇല്ലാതെ പോയാൽ തീർച്ചയായും ഫാദർ റോയ് കണ്ണഞ്ചിറ, ഞാൻ ഇടപെടുകയാണ് സമയത്തിന്റെ പരിമിതി മൂലം. മനുഷ്യരാശിയുടെ നന്മയ്ക്കും വേണ്ടി എല്ലാ മനുഷ്യരെയും ദൈവ മക്കളായി കരുതുന്ന ഒരു മാനവികതയുടെ കാവൽക്കാർക്ക് പൊതുസമൂഹത്തെ സേവിക്കാതിരിക്കാൻ കഴിയില്ല. ക്രൈസ്തവ സമൂഹം അത്തരത്തിൽ ഉദാത്തമായ സംഭാവനകൾ കേരളത്തിന്റെ വളർച്ചയ്ക്കും ഭാരതത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി നൽകിയിട്ടുണ്ട്. കത്തോലിക്ക സഭ മാത്രമല്ല, വിവിധ സഭാ സമൂഹങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പഠിച്ചിട്ട് വേണം ക്രൈസ്തവ സമൂഹത്തെ പറ്റി വിലയിരുത്താൻ. തീർച്ചയായും നമ്മൾ ചർച്ചയുടെ ഒരു സമാപനത്തിലേക്ക് വരുമ്പോൾ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, നമ്മൾ പാലാ രൂപത അധ്യക്ഷൻ പുറത്തിറക്കി സർക്കുലറിനെ പറ്റി വിശദമായി ചർച്ച ചെയ്തു. ശരിക്കും ഈ ഒരു സർക്കുലർ നമ്മുടെ സഭയിലെ മറ്റു രൂപതകളും മാതൃക ആക്കേണ്ടതല്ലേ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ? തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് സമാപനത്തിലേക്ക് വരുന്നുണ്ട് ഏതാനും കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഞാൻ മറുപടിയിലേക്ക് വരാം. അതായത് നമ്മുടെ ലോക പ്രശസ്തനായിട്ടുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രേഖപ്പെടുത്തി വെച്ച ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തേണ്ട അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പോപ്പുലേഷൻ ഈസ് നോട്ട് എ ലയബിലിറ്റി, ഇറ്റ് ഈസ് എൻ അസറ്റ്. കാരണം ഈ കാലക്രമത്തിൽ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു കാലത്ത് അതൊരു ലയബിലിറ്റിയായി, ഒരു ബാധ്യതയായി കണക്കാക്കിയിരുന്നെങ്കിൽ അത് ഒരു അസറ്റ് ആണെന്ന് സാമ്പത്തിക ലോകം തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ് ഈ പതിറ്റാണ്ട്. നമുക്കറിയാം, ഒരു ഉദാഹരണം ഞാൻ ഓർക്കുകയാണ്. ഒരു കുടുംബത്തില് ഒരു പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് പങ്കുവെച്ച കാര്യമാണ്. അച്ഛനും അമ്മയും രണ്ടുപേരും ജോലിക്കാരാണ്, ഒരു കുട്ടി മാത്രമുണ്ട്. ആ കുട്ടി പക്ഷെ 12 വയസ്സായി, അവൻ എപ്പോഴും ഗ്ലൂമിയാണ്. അവൻ ആവശ്യപ്പെട്ടതെല്ലാം കുടുംബാംഗങ്ങൾ മേടിച്ചു കൊടുക്കും, പക്ഷെ അവൻ അതിൽ സംതൃപ്തനായി കണ്ടില്ല. അങ്ങനെ ഗ്ലൂമി ആയിട്ടുള്ള ഇവനെയും കൊണ്ട് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് മാതാപിതാക്കൾ വന്നു, ഇവനുമായി സംസാരിച്ചു, മാതാപിതാക്കളുമായി ഒരുമിച്ചിട്ട് സംസാരിച്ചു. അവസാനം ഈ കുട്ടിയെ തന്നെ ഇരുത്തി സംസാരിക്കുകയാണ് കൈക്കോൺസ്. അപ്പൊ എന്താണ് നിന്റെ ഈ ഒരു മുഖത്തെ ഈ ഡിപ്രഷന് കാരണം എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോ ആ പയ്യനോട് പല കാരണങ്ങൾ ചോദിച്ചു. മാതാപിതാക്കളുടെ സ്നേഹക്കുറവാണോ? അല്ല. എന്തെങ്കിലും നിനക്ക് ഭൗതിക സാഹചര്യം കുറവാണോ? ഒന്നുമല്ല. അവസാനം അവൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന 12 വയസ്സുള്ള ബാലന്റെ വാക്കുകളാണെന്ന് ഓർക്കണം. എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്റെ പപ്പയുടെയും മമ്മിയുടെയും, എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാലശേഷം എനിക്ക് എന്റെ രക്തത്തിൽ പിറന്ന ഒരു സഹോദരനോ സഹോദരിയോ ഇല്ലല്ലോ എന്നുള്ള ദുഃഖമാണ് എന്നെ വേട്ടയാടുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിൻഡോ സൂചിപ്പിച്ചതുപോലെ ഈ ഐസൊലേഷൻ, ഈ ഏകാന്തത, അതൊരു തടവറയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന മക്കളുണ്ട് കുടുംബങ്ങളിൽ. ഒരു കുഞ്ഞും മാതാപിതാക്കളും മാത്രമായിട്ടുള്ള കുടുംബങ്ങൾ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പോ തീർച്ചയായിട്ടും ഒരു കുട്ടി മാത്രമുള്ള മാതാപിതാക്കൾ അനുഭവിക്കുന്ന ടെൻഷൻ അത് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും അവർക്ക് അത് തന്നെ രോഗകാരണമാവും. എപ്പോഴും അസ്വസ്ഥതയാണ്. എതിലേ പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഉത്കണ്ഠ, ഭയം, ഇവന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് കാര്യമില്ല അത് വരുമോ എന്നുള്ള ആകുലത, ഇതൊക്കെ അവരെ രോഗത്തിലേക്ക് വരെ നയിക്കുന്നു. അപ്പോ ഞാനിവിടെ പറഞ്ഞു വന്നത്, പട്ടിക്കും പന്നിക്കും മൃഗങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്നവർ എന്താണ് മനുഷ്യ ജീവന്റെ വില കൽപ്പിക്കാതെ പോകുന്നത് എനിക്ക് അതിശയം തോന്നുക. പലപ്പോഴും കുഞ്ഞുങ്ങളെ, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ നമ്മൾ അത്തരത്തിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അബോർഷന് വിധേയമാക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരിക്കലും വധിക്കരുത്. ജീവന് മഹത്വമുണ്ട്, ജീവന്റെ ദാതാവ് ദൈവമാണ് എന്ന് പ്രഘോഷിച്ചുകൊണ്ടാണ് ഈ സർക്കുലർ ഞാൻ കാണുന്നത്. ആ ഒരു മഹത്വം, ജീവന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ ഇവിടെ
അത് എല്ലാ രൂപതകൾക്കും തീർച്ചയായിട്ടും അതൊരു മാതൃക തന്നെയാണ്. കത്തോലിക്ക സഭയ്ക്ക് മാതൃകയാണ്. ഞാൻ പറയും മറ്റ് സമുദായങ്ങൾക്ക് അതൊരു മാതൃകയാണ്. മറ്റ് മതങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും കുറിച്ചുള്ള അവകാശങ്ങളിൽ നമ്മൾ കടന്നു കയറാറില്ല. തീർച്ചയായിട്ടും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. നമ്മൾ അതിൽ കടന്നു കയറാറില്ല. പക്ഷേ ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ ക്രൈസ്തവ കുടുംബങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഉറക്കെ കല്ലറങ്ങാട്ട് പിതാവ് പറയുമ്പോൾ അതൊരു വലിയ ആഹ്വാനമാണ് സമൂഹത്തോടുള്ള. നിങ്ങൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ ജന്മം കൊടുത്തോളൂ എന്നല്ല, ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ജീവന് വിലയുണ്ട്, ജീവന് മഹത്വമുണ്ട്, ജീവന്റെ വില വലുതാണ്, അതിലെ അവകാശി നിങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഹ്വാനം സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ സമൂഹം നെഞ്ചോട് ചേർത്ത് ലാളിക്കേണ്ട ഈ ആഹ്വാനത്തെ കേവലം വളരെ ബാലിശമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് തള്ളിക്കളയുന്ന സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാ രൂപതകൾക്കും പറയാൻ ഉണ്ടാവേണ്ടത്, നമ്മൾ ഇത്തരത്തിൽ ജീവനെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള, ഉത്തരവാദിത്തമുള്ള, മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ മറ്റ് രൂപതകളിൽ, തീർച്ചയായിട്ടും എല്ലാ രൂപതകളിലും ഈ പ്രോ ലൈഫിന് പ്രവർത്തനങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ പ്രവർത്തനങ്ങളെ കൂടുതൽ വർദ്ധിതമായി കൊണ്ടുവരികയാണ് വേണ്ടത്. ഈ കാലഘട്ടത്തിലുള്ള അഭിപ്രായമാണ് എനിക്ക് രേഖപ്പെടുത്തി വയ്ക്കാനുള്ളത്. താങ്ക് യു. തീർച്ചയായും. ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, ഒരു പ്രോ ലൈഫ് പ്രവർത്തകൻ എന്ന നിലയിൽ പ്രോ ലൈഫ് നിലപാട് സ്വീകരിക്കുന്ന കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അങ്ങേക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. നമുക്കറിയാം, പ്രോ ലൈഫിന് വേണ്ടി സഭ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവസാനത്തെ ഉദാഹരണമായി പാലാ രൂപത എടുത്ത ഈ തീരുമാനത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എങ്കിലും ഒരു സ്വയം വിമർശനപരമായി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, പ്രോ ലൈഫ് നിലപാടിന് വേണ്ടി ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ സഭ ഇനി എത്രത്തോളം, ഇനി വളരെയധികം ദൂരം മുമ്പോട്ട് പോകേണ്ടതല്ലേ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്? ഇന്ന് യുവജനങ്ങൾ നേരിടുന്ന ഒരു ക്രൈസിസ്, കൂടുതൽ മക്കൾ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത ചില പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നേരിടുന്നുണ്ട്. ഒന്ന്, ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ സഹായിക്കാനായിട്ട് ആൾക്കാരില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും സഭയ്ക്ക് ഒരു പക്ഷേ ആ കാര്യത്തിൽ കാര്യമായിട്ട് സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഈ കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലും ഒക്കെ ഒരുപക്ഷെ അവർക്ക് ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ അവർക്ക് ജോലി കണ്ടെത്താനും മറ്റു കാര്യങ്ങൾക്കും ഒരുപക്ഷെ സഭയ്ക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മുടെ സ്ഥാപനങ്ങളില്, നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ ആശുപത്രികളില് മറ്റെല്ലാം ഇത്തരം കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട്, അപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാലാമതൊരു കുഞ്ഞിന് വേണ്ടി അഡ്മിഷനായിട്ട് ചെല്ലുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി, ഓക്കെ, അത് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുക ക്രൈസ്തവ കുടുംബങ്ങളെ മാത്രമല്ല, ഏതൊരു സമൂഹത്തിലെ നാലാമത്തെ കുഞ്ഞിനെയും പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണമെന്നാണ് ഞാൻ കരുതുക. കാരണം മദർ തെരേസ കുടുംബങ്ങളോടായിട്ട്, യുവജനങ്ങളോടായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഒരു പ്രൊലൈഫറായിട്ട് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കുക. ഒരു കുഞ്ഞു കൂടി നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ നിങ്ങളെ കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ സമൂഹവും തിരിച്ചറിയും. ആ കുഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും കൂടുതൽ അനുഗ്രഹവും ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുകയും അവരുടെ കുടുംബങ്ങളിലും അവർ ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കാനായിട്ടുള്ള മനസ്സുള്ള കുടുംബങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളെ മാറ്റണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൾച്ചർ, ജീവൻ ഭാരമല്ല അനുഗ്രഹമാണെന്ന് പറയുന്ന ഒരു കൾച്ചർ, അങ്ങനത്തെ ഒരു കൾച്ചറാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത്തരം ആ കൾച്ചറിലേക്ക് ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു പടി മാത്രമാണ് ഇപ്പോൾ ഈ കല്ലറങ്ങാട്ട് പിതാവിന്റെ ഒരു സർക്കുലർ. അതുപോലെ നമ്മുടെ എല്ലാ മേഖലകളിലും, എല്ലാ കാര്യങ്ങളിലും ക്രൈസിസ് വരുമ്പോൾ, കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളിൽ ഒരാൾക്കൊരു അസുഖം വന്നു, തീർച്ചയായിട്ടും അവർക്ക് സപ്പോർട്ട് വേണം. കാരണം എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആശുപത്രി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ളവർക്കും വരും. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു ഡോക്ടർ എന്ന രീതിയിലാണ് ആശുപത്രിയെ പറ്റി കൂടുതലായിട്ട് പറയുക. അപ്പൊ ഇങ്ങനത്തെ രീതികളിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ മേഖലയില്, അവരുടെ ജോലിയുടെ കാര്യങ്ങളിലെല്ലാം ഇത്തരം കുടുംബങ്ങൾക്ക് സഹായം അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു സപ്പോർട്ട്, സാമ്പത്തിക സഹായം മാത്രമല്ല, അതിലൂടെ കിട്ടുന്നത് സാമൂഹികമായിട്ടുള്ള ഒരു പ്രോത്സാഹനവും സപ്പോർട്ടുമാണ്. നിങ്ങൾ ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലേക്കാണ് ഒരു കുഞ്ഞിനെ സ്വീകരിച്ചത് എന്നുള്ള ഒരു പ്രോത്സാഹനവും, ഈ കുഞ്ഞിനെ സ്വീകരിച്ച നിങ്ങൾ ആ കുഞ്ഞിനെ വളർത്താനെടുക്കുന്ന ത്യാഗത്തോട് നമ്മുടെ സമൂഹം വലിയ
ബഹുമാനം കാണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയുമാണ് ഈ ഒരു സർക്കുലറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന, കുഞ്ഞുങ്ങളെ ഭാരമായി കാണാതെ അനുഗ്രഹമായിട്ട് കാണുന്ന കുടുംബങ്ങളെ മാതൃകയാക്കുന്ന ഒരു കൾച്ചർ. ഓക്കെ, ജീവനെ ഭാരമായിട്ട് മാറ്റിവെക്കാതെ ജീവനെ അനുഗ്രഹമായിട്ട് മാറ്റുന്ന ഒരു സംസ്കാരം, ഇതിനെയാണ് തീർച്ചയായിട്ടും നമ്മൾ ജീവന്റെ സംസ്കാരം എന്ന് വിളിക്കുക. ഓരോ മനുഷ്യ ജീവനെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പോലെ, കുടുംബങ്ങളോടായിട്ട് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെ, ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ഫോർ യുവർ ചിൽഡ്രൻ ഇസ് ടു ഗിവ് ദം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് അനിയന്മാരെയും അനിയത്തിമാരെയും നൽകുക. അപ്പോ ഈ ഏകാന്തതയുടെ ഒരു സംസ്കാരത്തിൽ നിന്ന് മാറി ജീവന്റെ സമൃദ്ധിയുടെ ഒരു സംസ്കാരം പടുത്തുയർത്താനായിട്ട് സഭയുടെ എല്ലാ മേഖലകളിലും പ്രോത്സാഹനം ഉണ്ടാകട്ടെ. അത് മാത്രമല്ല, കേരളത്തിന്റെ മറ്റ് സമൂഹങ്ങളും ഇതൊരു മാതൃകയായിട്ട് എടുത്തുകൊണ്ട് തന്നെ ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടി അവരെല്ലാം നിലനിൽക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തൻ്റെ രൂപതയിലെ അംഗങ്ങളോടുള്ള കരുതലിൻ്റെ ഭാഗമായാണ് ഈ സർക്കുലർ പുറത്തിറക്കിയത് എന്ന ആശയമാണ് ഏകസ്വരത്തിൽ നമ്മുടെ അതിഥികൾ പങ്കുവച്ചത്. പക്ഷേ എന്തുകൊണ്ട് ഈ സർക്കുലർ വ്യാപകമായി ആക്ഷേപത്തിനും വിമർശനത്തിനും വിധേയമായി എന്ന പ്രസക്തമായ ആശയവും നാം ചർച്ച ചെയ്തു. ജീവന് വേണ്ടി ഇതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സഭയ്ക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും മധ്യേ ജീവന് വേണ്ടി താൻ എടുത്ത ധീര നിലപാടിൽ ഉറച്ചു നിന്ന മാർ ജോസഫ് കല്ലറങ്ങാട്ടിന് അഭിനന്ദനങ്ങൾ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ റോയി കണ്ണഞ്ചിറ CMI, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, ശ്രീ PC ജോർജ്, നന്ദി.